നമ്മുടെ ജീവിതത്തിലെ നാം ഇടപെടുന്ന മേഖലയിലെ, ജോലിയിലെ, കുടുംബത്തിലെ, മക്കളിലെ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഹൈറും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ, സാമ്പത്തികമായ പുരോഗതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കാൻ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിന് ദിക്ർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതാണ്. ദിക്ർ മരിക്കാൻ പാടില്ല, മറക്കാനും പാടില്ല. ദിക്റുകൾ, ദ്വാഅകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വജ്രായുധമാണ് യഥാർത്ഥത്തിൽ ദ്വാ എന്ന് പറയുന്നത്. അദ്വാഉ സിലാഹുൽ മുഅ്മിൻ, അത് മുഅ്മിനിൻ്റെ ആയുധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ദ്വാഅകളിലെ 11 ദ്വാഅകളാണ് നമ്മളിവിടെ പറയുന്നത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓരോ മുസ്ലിമും ഈ ദ്വാഅകൾ അവൻ്റെ ജീവിതത്തിൽ ആയുധമായി കൊണ്ടു നടക്കണം. വലിയ ഫലമുള്ള ദ്വാ ആണ്, അത്ഭുത ശക്തികളുള്ള ദ്വാ ആണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പരിഹരിച്ചു കിട്ടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ദ്വാഅകളാണ്. നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞായറാഴ്ച, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറാത്തുകൾ നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് നമ്മോട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പല സമയത്തും നമുക്ക് ക്ലാസ്സുകൾക്കിടയിലും മറ്റുമൊക്കെയായിട്ട് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ഏത് ചൊവ്വാഴ്ചകളാണെന്ന് അറിയാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ സേവ് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ID നോക്കിയാൽ ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാറുണ്ടെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നറിയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിഫലിച്ചു നിൽക്കേണ്ടതാണ് ദിക്റുകളും ദ്വാഅകളും. അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അള്ളാഹുവാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു നൽകുന്നത്, നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത്. നമ്മെ ഇങ്ങനെ പടച്ചു, നമ്മെ ഈ രൂപത്തിലേക്കൊക്കെ ആരോഗ്യവും ആഫിയത്തൊക്കെ നൽകിയിട്ട് അള്ളാഹു നമ്മെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അവനെ സ്മരിക്കാനും അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാനുമാണ്. അതെത്രമേൽ നാം അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നോ അത്രമേൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഏത് ദിക്റുകളും ഏത് ദ്വാഅകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. പ്രധാനപ്പെട്ട ഒരുപാട് ദ്വാഅകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ കുറച്ച് ദ്വാഅകളും കുറച്ച് ദിക്റുകളൊക്കെ പറയും. ഇതിൽ പല ദിക്റുകളും ദ്വാഅകളും നിങ്ങൾക്ക് പരിചയമുള്ളതായേക്കാം. പലതിൻ്റെയും നേട്ടങ്ങളും ഗുണങ്ങളും മഹത്വങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതായേക്കാം. അറിവുള്ളതായാലും ഇല്ലാത്തതായാലും ഒരു തവണയെങ്കിലും കേട്ട് ഈ ദിക്റുകളും ദ്വാഅകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്തണം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോഴാണ് നമ്മളിത് പറയുമ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആദ്യമേ പറയട്ടെ, ഇതിൻ്റെ ദുആഇൻ്റെ പദങ്ങൾ ഞാനത് എഴുതി തയ്യാറാക്കിയിട്ടില്ല ഇവിടെ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഇതിൽ പറയുന്ന ഓരോ ദുആഉം വരും ദിവസങ്ങളിൽ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കൃത്യമായി എഴുതി കാണിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആ ദുആ ഞാൻ പറയുകയാണ്. ആ പറയുന്ന സമയത്ത് തന്നെ ഇത് പലപ്പോഴും പലർക്കും അറിയാവുന്നതാണ്. കാരണം ഒരുപക്ഷെ ഇത് ഹദ്ദാദിൽ കടന്നു വരുന്ന ദുആ ആയിരിക്കാം, ദിക്റായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന വിർദുൽ ലത്തീഫിൽ വരുന്ന ദിക്റുകളും ദ്വാഅകളുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദ്വാഅകളിൽപ്പെട്ട ദ്വാഅയായിരിക്കാം. ചിലത് മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയാത്തതുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ദിക്റുകളും ദ്വാഅകളൊക്കെ ഉണ്ട്, നമ്മൾ പതിവാക്കുന്നവരാണ്. അതിൽ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ എന്തായാലും ചൊല്ലേണ്ട ചില ദിക്റുകളും ദ്വാഅകളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുമെന്ന വിശ്വാസത്തോടുകൂടെ നമ്മൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് രാവിലെയും വൈകുന്നേരവും വളരെ പ്രധാനമായിട്ട് നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ദുആ ആണ്.
ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ തവക്കൽതു, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇത് 7 തവണയാണ്, സബ്അ മർറാത്തിൻ, 7 തവണയാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർള് വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർള് വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്, ദിക്റാണ്. ഇതും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദുആകളിൽപ്പെട്ട ദുആയാണ്. ഇപ്പോൾ ഈ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന് 7 തവണ നമ്മൾ വിർദുൽ ലത്തീഫ് ചൊല്ലുമ്പോൾ എല്ലാ പ്രഭാതത്തിലും നമ്മൾ ചൊല്ലാറുണ്ട്. നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് ചൊല്ലാറുള്ളതാണ്. അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർള് വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന ആ ഒരു ദിക്ർ നമ്മൾ ഹദ്ദാദ് റാത്തീബിൽ പോലും നമ്മളത് ചൊല്ലാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടില്ല എങ്കിലും പലർക്കും അത് കാണാതെ അറിയാം. രാവിലെ നടക്കുന്ന നമ്മുടെ വിർദുൽ ലത്തീഫിൻ്റെ മജ്ലിസിൽ വന്നാൽ ഡിസ്പ്ലേയിൽ അത് നമ്മൾ കാണിച്ച് ചൊല്ലാറുമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്കതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അബൂദർദ എന്ന് പറഞ്ഞിട്ടുള്ള ആ വലിയ മഹാൻക്ക് അവിടുത്തെ അടിമ 40 ദിവസം തുടർച്ചയായി വിഷം കൊടുത്തിട്ട് ആ വിഷം അവരുടെ ശരീരത്തിന് ഏറ്റില്ല എന്നാണ്. അങ്ങനെ ഏൽക്കാതിരുന്നത് കണ്ടപ്പോൾ ഈ അബൂദർദാൻ്റെ അടിമ ചോദിക്കുകയാണ്, എന്താ മൻ അന്ത, അങ്ങ് ആരാണെന്ന് മുതലാളിയോട്, സയ്യിദിനോട് ചോദിക്കണം. അപ്പോൾ പറയുന്നുണ്ട്, അന ആദമിയുൻ മിസ്ലുക്, ഞാൻ നിന്നെപ്പോലൊരു മനുഷ്യനാണല്ലോ. കൈഫ തെക്കൂനു ആദമിയൻ, എങ്ങനെയാണ് മനുഷ്യനാകുക? വഖദ് അത്വഅംതുക സുമ്മ 40 യൗമൻ, 40 ദിവസം ഞാൻ വിഷം തന്നിട്ടും ഫമാ ലൊറക്ക്, അങ്ങയുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ മനുഷ്യനായിരിക്കുക? അപ്പോഴാണ് അബൂദർദാ പറയുന്നത്, അമാ അലിംതി അന്ന ദാക്കിരീന ലില്ലാഹി തആല, നീ എന്താ വിചാരിച്ചത്? അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യുന്ന നാക്കുകൾ, ആ നാക്കുൾക്കൊള്ളുന്ന ശരീരം, ആ ശരീരത്തിനൊന്നും ഒന്നും സംഭവിക്കുകയില്ല, ആത്മാർത്ഥമായി ചൊല്ലുന്ന ദിക്റുകളാണെങ്കിൽ എന്ന് അബൂദർദാ പറഞ്ഞപ്പോൾ അത്ഭുത പരതന്ത്രയായ ഈ സ്ത്രീ, അടിമ സ്ത്രീ എന്താ അബൂദർദായിനോട് ചോദിക്കുകയാണ്, അങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും ശരീരത്തിന് ഒന്നും സംഭവിപ്പിക്കാത്ത ദിക്ർ ഏതാണെന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ അബൂദർദാ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ ദിക്ർ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന മഹത്തായ ദിക്റാണെന്ന്. നോക്കൂ നിങ്ങൾ, ആ ദിക്റിൻ്റെ വളരെ സവിശേഷമായൊരു പ്രത്യേകത, അത്രമേൽ പവിത്രമേറിയൊരു ദിക്റാണത്, ദുആണ്. നമുക്കത് ചൊല്ലാനുള്ള സമയം ഉണ്ടാക്കിയിട്ടത് ചൊല്ലണം. ഇങ്ങനെ ഓരോ ദിക്റുകളുടെയും പിന്നാമ്പുറങ്ങളും ചരിത്രങ്ങളും അന്വേഷിക്കുമ്പോൾ വലിയ വലിയ മഹത്വങ്ങൾ നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും 3 വട്ടം പാരായണം ചെയ്യുക. ഇതൊക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരിക്കലും ഒഴിവാക്കപ്പെടേണ്ടാത്ത ചില ദിക്റുകളും ദുആകളും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ നേരം പുലർന്നാൽ ഈ ദുആ 1 വട്ടം ചൊല്ലിയാൽ അയാളുടെ 4/1 ഭാഗം നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടും, രക്ഷപ്പെടും. 2 തവണ ചൊല്ലിയാൽ അവരുടെ ശരീരത്തിൻ്റെ അരഭാഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. 3 വട്ടം ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ 3/4 ഭാഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. 4 വട്ടം ചൊല്ലിയാൽ അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും, അവൻ മുഴുവനും നരകത്തിൽ നിന്ന് തൊട്ട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ സവിശേഷമായ ഒരു ദിക്റുണ്ട്. നമ്മളതെല്ലാ പ്രഭാതത്തിലും വിർദുൽ ലത്തീഫിൽ ചൊല്ലുന്നൊരു ദിക്റാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. ഞാനൊരു തവണ ചൊല്ലി കേൾപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമുക്കൊക്കെ അറിയാവുന്ന ദുആ ആണത്, അല്ലേ?
നമ്മൾ വിറതുൽ ലത്തീഫിൽ ചൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ടത് അല്ലാഹുമ്മ ഇന്നി അസ്ബഅ്തു ഉശ്ഹിദുക വഅശ്ഹദു അമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. നമ്മൾ വിറതുൽ ലത്തീഫിൽ ചൊല്ലാറുണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്ബഅ്തു ഉശ്ഹിദുക വഅശ്ഹദു അമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. ഒന്നുകൂടി സ്ലോവിൽ, അപ്പോൾ 4 പ്രാവശ്യമാവും. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉശ്ഹിദുക വഉശ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക അന്നക അൻതല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. ഇത് നമ്മൾ വിറതുൽ ലത്തീഫിൽ എല്ലാ പ്രഭാതത്തിലും 4 തവണ ചൊല്ലുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ നേട്ടം? 1 തവണ ചൊല്ലിയാൽ അവൻ്റെ 4 ഭാഗം നരകത്തിൽ നിന്ന് മോചിക്കപ്പെടും. 2 തവണ ചൊല്ലിയാൽ അര ഭാഗം, 3 തവണ ചൊല്ലിയാൽ 3/4 ഭാഗം, 4 തവണ ചൊല്ലിയാൽ ശരീരം മുഴുവനും നരകത്തിനെ തൊട്ട് മോചിപ്പിക്കപ്പെടും. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ടതാണ് ഇത്. വൈകുന്നേരം ചൊല്ലുമ്പോൾ അവിടെ അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹുമ്മ ഇന്നി അംസൈത്തു എന്നാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അംസൈത്തു ഉശ്ഹിദുക വഅശ്ഹദു അമലത അർശിക എന്ന് പറഞ്ഞിട്ടാണ് ആ ദിക്ർ ചൊല്ലേണ്ടത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ പകർത്തേണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. അതൊക്കെ ചൊല്ലിയാൽ വളരെയധികം ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, ഇടപെടുന്ന മേഖലയിൽ എല്ലാം വലിയ ബറക്കത്ത് നൽകും. സബഉൽ മുൻജിയാത്ത് ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ അറിയാം, പ്രായമുള്ളവർക്ക് അവർ സ്ഥിരമായി ഓതുന്നവരായിരിക്കും. സുരക്ഷിതത്വം നൽകുന്ന 7 സൂറത്തുകൾ അല്ലേ? നമുക്കൊക്കെ അറിയാം. സൂറത്തു സജദ, സൂറത്തു യാസീൻ, സൂറത്തു ദുഖാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽഖ്, ഹൽ അത്ത എന്നുള്ളത്, അതേപോലെ തന്നെ ബുറൂജ്, ഇങ്ങനെയുള്ള 7 സൂറത്തുകൾ. ഈ 7ൻ്റെയും പേര് സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിയുന്നവർ അങ്ങനെ തന്നെ ഓതുക. ഏതെങ്കിലും സമയത്ത് കഴിയുന്നവർ അങ്ങനെ ഓതുക. പതിവായി ഓതിയാൽ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അവന് വലിയ സുരക്ഷിതത്വം ലഭിക്കുന്നതാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അസ്സബുൽ മുൻജിയാത്ത് നമുക്കറിയാം. സബുൽ മുൻജിയാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നമ്മുടെ മജ്ലിസിൽ യാസീനും സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓതാൻ പറ്റുന്ന ഒരുപാട് സൂറത്തുകളാണിത്. ഇൻഷാ അല്ലാഹു നമുക്ക് ഇത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിക്റാണ്, നിങ്ങൾ കേട്ടു നോക്കൂ. ഒരാൾ വന്നിട്ട് മഹാനരായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അവർ ചോദിക്കണം, അള്ളാഹു എന്നോട് അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യൂല, എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് വരെ തീ എത്തിയിട്ടുണ്ട്, പക്ഷേ ഞാനാണ് ബാക്കി ഭാഗം കെടുത്തിക്കളഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും എന്നോട് ചൊല്ലാൻ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്, ദുആണ്ട്. അതാണ് എൻ്റെ ആത്മധൈര്യം, അതാണ് എനിക്ക് ധൈര്യം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ചില ദിക്റുകളും ദുആകളൊക്കെ നമുക്ക് ധൈര്യമാണ്, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകപ്പെടാൻ. ഏതാണെന്നറിയണോ? അബൂദർദാ റളിയല്ലാഹുവിൻ്റെ വീട് മാത്രം കത്താതെ രക്ഷപ്പെടാൻ കാരണമായ, അതിൻ്റെ സമീപത്ത് വരെ എത്തിയിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ കാരണമായ വളരെ സവിശേഷമായ ആ ഒരു ദുആഉം ദിക്റും ഏതാണെന്നറിയണോ? കേട്ടു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറയുന്ന വളരെ സവിശേഷമായൊരു ദുആ. ഇതും നമ്മൾ വിറുദുൽ ലത്തീഫിൽ ചൊല്ലുന്ന ദുആ ആണ്. ഈ വിറുദുൽ ലത്തീഫിൽ ചൊല്ലുന്ന ഒരുപാട് ദുആകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പകർത്താൻ വേണ്ടി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളുമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു ദിക്റിൻ്റെ ഒരു മഹത്വം കേട്ട് നോക്കുമ്പോൾ നമുക്കൊക്കെ പതിവാക്കാൻ തോന്നുകയാണ് അല്ലേ? ആഫത്ത് മുസീബ് നമ്മളൊക്കെ വീട്ടിലില്ലാത്ത സമയത്ത്, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സമീപത്തില്ലാത്ത സമയത്തൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയ കാവൽ നൽകപ്പെടുന്ന സവിശേഷമായൊരു ദിക്റും കൂടെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതും നമ്മുടെ വിർദുൽ ലത്തീഫിലുണ്ട്. നിങ്ങളൊക്കെ രാവിലെ നടക്കുന്ന നമ്മുടെ വിർദുൽ ലത്തീഫിൽ സ്ഥിരമായി പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുക. നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനരായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ദുആ വളരെ പ്രസിദ്ധമായൊരു ദുആ ഉണ്ട്. രാവിലെയും വൈകുന്നേരവും 3 വട്ടം ഇത് ചൊല്ലണം. ഇതിന് വലിയ ഫലങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് മാത്രം പറയാൻ നിന്നാൽ ധാരാളം പറയാനുണ്ട്. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ചിലർക്കത് അറിയും ചിലർക്കത് അറിയൂല. ഇൻഷാ അല്ലാഹ് നമ്മളിതൊരു ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതി കാണിച്ചത് ഓരോന്നും എഴുതി കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസ്രിഫുസ് സൂഅ ഇല്ലല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹ്. ഇത് മഹാനരായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ തന്നെ ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവരുടെയൊക്കെ ദുആ ആയിട്ട് പ്രസിദ്ധമായ ദുആ ആണ്. നിങ്ങളിത് കാണാതെ പഠിച്ച് ഇടയ്ക്കൊക്കെ ചൊല്ലി നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പുത്രിമാർക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അതേതാണെന്നറിയാം, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ എന്ന് പറയുന്ന വളരെ സവിശേഷമായൊരു ദുആ. ഇത് ഹബീബായ തങ്ങളെ അവിടുത്തെ പുത്രിമാർക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച വളരെ സവിശേഷമായ ദുആയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ വിർദുൽ ലത്തീഫിലുള്ള ദുആയും കൂടെയാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുക. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ചൊല്ലിയാൽ നേരം പുലരുന്നത് വരെയും സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ കരളിൻ്റെ കഷ്ണം ഖിത്അത്തു കബിദി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമത്തു സഹ്റ ബത്തൂൽ, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹായോട് പറഞ്ഞ് ഇനി രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ട്, ഇത് വളരെ പ്രത്യേകം ചെറിയ ഒരൊറ്റ വരിയിലായിട്ട് നമുക്ക് കിട്ടുന്ന ദുആ ആണ്. നിങ്ങളൊക്കെ ഇത് പഠിച്ചു വെച്ച് നോക്കൂ. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് ഫഅസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. നമ്മുടെ വിർദുൽ ലത്തീഫിലുണ്ട്. എങ്ങനെ ചൊല്ലേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. അള്ളാഹു നമുക്ക് പകർത്താനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും 3 വട്ടം ഇത് ചൊല്ലണം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് 99 രോഗങ്ങൾക്ക് ശമനമാണ്. അതിൽ ഏറ്റവും ചെറുത് മനോദുഃഖമാണ്. ആരാണ് മാനസികമായി പ്രയാസം അനുഭവിക്കാത്തത്, മനസ്സിന് സന്തോഷമില്ലാത്തതാരാണ്? അവർക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്. ഏതാണതെന്നറിയണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇത് 3 വട്ടമേ ചൊല്ലേണ്ടതുള്ളൂ. 3 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അത് 99 രോഗങ്ങൾക്ക് ശിഫയാണ്. അതിൽ ഏറ്റവും കുറഞ്ഞത് ടെൻഷനാണ്, ദുഃഖമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രാവിലെ 3 വട്ടം ഇങ്ങനെ ചൊല്ലണം. അഊദു ബില്ലാഹിസ് സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം
അഊദു ബില്ലാഹിസ് സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹിസ് സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. അത് കഴിഞ്ഞ് സൂറത്തുൽ ഹശ്റിലെ ഒടുവിലത്തെ 3 ആയത്തുകൾ ഓതണം. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മൾ വിർദുൽ ലത്തീഫിൽ അത് ചൊല്ലാറുള്ളതാണ്. സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്തുകൾ, ആ ആയത്തുകൾ ഓതണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ എന്ന് തുടങ്ങുന്ന അതിൻ്റെ അവസാനം വരേക്കുമുള്ള ആ 3 ആയത്തുകൾ അഊദു ബില്ലാഹിസ് സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 തവണ ചൊല്ലിയതിൻ്റെ ശേഷം അതങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി 70,000 മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. വൈകുന്നേരം വരെ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ ദിവസത്തിൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. വൈകുന്നേരമാണ് ഒരാൾ ചെല്ലുന്നതെങ്കിൽ രാവിലെ വരെ, പ്രഭാതം വരുന്നത് വരെ, പ്രഭാതമാകുന്നത് വരെ 70,000 മലക്കുകളെ അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ചു കൊടുക്കും. ആ 70,000 മലക്കുകളെ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും ആ പ്രഭാതത്തിനിടയിൽ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ രക്തസാക്ഷിയുടെ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സവിശേഷമായ ദിക്റാണ്. നമ്മുടെ വിറുദുൽ ലത്തീഫിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചില ആളുകളൊക്കെ വിറുദുൽ ലത്തീഫ് രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ടതാണല്ലോ. ഉസ്താദ് അസറിന് ശേഷം വിറുദുൽ ലത്തീഫ് മാത്രം ഒരു അരമണിക്കൂർ കൊണ്ടോ 40 മിനിറ്റ് കൊണ്ടോ ചൊല്ലി തീർക്കുന്ന രൂപത്തിൽ ഒരു മജ്ലിസിൽ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ റാഹത്തായിനെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് മജ്ലിസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ, നമ്മുടെ മജ്ലിസ് നടന്നാലും നടന്നില്ലെങ്കിലൊക്കെ എല്ലാവരും വിറുദുൽ ലത്തീഫ് വൈകുന്നേരങ്ങളിൽ ചൊല്ലാൻ കഴിയുന്നവരൊക്കെ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇൻഷാ അല്ലാഹ് ആരൊക്കെ ഉണ്ടെന്നുള്ള അറിയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ സവിശേഷമായ ഒരു ദിക്ർ ദുആ ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ. എന്തൊരു മഹത്വമാണ് അതിനല്ലേ. ലവൻസലിനെ കാണാതെ പഠിക്കണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഹശ്റിലെ ഒടുവിലത്തെ ആയത്തുകൾ ഓതിയവർ അന്ന് രാത്രിയോ പകലോ മരിച്ചാൽ, മരണപ്പെടുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമ്മയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കുകയാണെങ്കിലും മരണപ്പെടുമ്പോൾ ഈമാൻ കബൂലായി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് നമുക്ക് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കണം. അതാണൊരു മുഅ്മിനിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് വിട്ടുകടന്നൊരു ലക്ഷ്യവും മറ്റൊന്നുണ്ടാകാനില്ല, അതുണ്ടാകേണ്ടതില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ കബൂലാക്കട്ടെ. മരണം ഖൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽത് വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് 7 പ്രാവശ്യം ചൊല്ലിയാൽ ഭൗതികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും അതുമാത്രം മതിയാകുന്നതാണ്. അതുതന്നെ ധാരാളമാണെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരം പുലർന്നാൽ സ്ഥിരമായി, പ്രഭാതമായാൽ സ്ഥിരമായി ചെല്ലാറുള്ള ഒരു ദുആ ഉണ്ട്. അസ്ബഹന വഅസ്ബഹൽ മുൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ദുആ. നമ്മളൊക്കെ നമ്മുടെ മജ്ലിസിൽ വിറുദുൽ ലത്തീഫിലൊക്കെ നമ്മൾ ദുആ ചെയ്യാറുള്ളതാണ്. അസ്ബഹന വഅസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലേ. അസ്ബഹന വഅസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ വൈകുന്നേരമാവുമ്പോഴും രാവിലെയാകുമ്പോഴൊക്കെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുള്ള ആ ഒരു ദിക്ർ അത് ചൊല്ലുന്നത് അപകടങ്ങളെ തൊട്ട് കാവല് നൽകപ്പെടാൻ കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസിയെ, അതേപോലെ തന്നെ അൽ ബഖറയിലെ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് പറയുന്ന ആയത്ത് നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ്. ആ ആയത്ത് അതിൻ്റെ അവസാനം വരെ, അതേപോലെ തന്നെ ലഖദ് ജാഅക്കും റസൂലുൻ എന്ന് പറയുന്നത്, ലൗ അൻസൽന എന്ന് പറയുന്ന ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, മഅവിദത്തൈൻ, ഇതൊക്കെ 3 വട്ടം ഓതിയിട്ട് കടന്നാൽ
വലിയ വലിയ ഫലങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അപകടങ്ങളെ തൊട്ടൊക്കെ അത് കാവൽ നൽകപ്പെടാൻ കാരണമാകും. നമ്മുടെ ജീവിതം എപ്പോഴും ദിക്റുകളിലും തസ്ബീഹുകളിലും അള്ളാഹുവിൻ്റെ ഓർമ്മയിലും സ്മരണയിലുമായിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കണം. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ തന്നെയാണ് എല്ലാ സമയത്തും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മിലേക്ക് ഉണ്ടാകും. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രാവിലെയും വൈകിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ എന്ന് പറയുന്ന ദുആ. നമ്മൾ ഇതേപോലത്തുള്ള വേറെ ഒരുപാട് ദുആകളുണ്ട്. ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടലിലെ നുരയേക്കാൾ അധികം പാപമുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം അള്ളാഹു അവന് പുറത്തു കൊടുക്കാൻ കാരണമാകും. അതേപോലെ തന്നെ മറ്റൊരു വചനം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നത്. ഇത് 100 വട്ടം ദിവസേന ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടാകും, 100 നന്മകൾ രേഖപ്പെടുത്തും, 100 തിന്മകൾ മായ്ച്ചു കളയും, വൈകുന്നേരം വരെ പിശാചിൽ നിന്നും സുരക്ഷിതത്വം കിട്ടും. ഇതുപോലെ ചെയ്തവരല്ലാതെ മറ്റൊരാളും ഇയാളേക്കാൾ ഉത്തമമായ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ദിക്ർ ചൊല്ലുന്ന ആൾ അത്രമേൽ ശ്രേഷ്ഠതയുള്ളവരാണ്. അതിനേക്കാൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ശ്രേഷ്ഠതയും നേടിയെടുത്തവരില്ല. അങ്ങനെ നേടിയെടുക്കുന്നവർ പിന്നെ ആരാണ്? ഇതുപോലെയുള്ള ഈ ദിക്ർ ചൊല്ലിയവർ മാത്രമാണ്, അല്ലാത്തവരില്ല എന്ന് പറഞ്ഞ് ബുഖാരി മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്ന ദിക്റാണ്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമുക്കറിയാം, എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദി ഇങ്ങനെയുള്ള ഇതൊക്കെ ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ ഒരു നോട്ടമുണ്ടാകാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇത്തരം ദിക്റുകളും ദുആകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. മാക്സിമം തഖ്വയിലായിട്ട് നമ്മുടെ കാതുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചിന്തകൾ, എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ആദ്യം പറയണമെന്ന് വിചാരിച്ചതിന് വിട്ടുപോയി. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കൊക്കെ അറിയാം, മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. മാപ്പ് ചോദിക്കാനുള്ള ദുആകളിൽ വെച്ച് ഏറ്റവും വലിയ ദുആ അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണല്ലോ. വൈകുന്നേരം ചൊല്ലി രാത്രി മരണപ്പെട്ടാൽ, രാവിലെ ചൊല്ലിയിട്ട് വൈകുന്നേരത്തിനിടയിൽ മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലെത്തി എന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞതല്ലേ. സ്വർഗപ്രവേശം സാധ്യമായി എന്നുള്ളത്. ഏതാണത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വഅഹദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതൊക്കെ ഞാൻ സ്പീഡ് പറഞ്ഞത്, ഇത് ഈ ശബ്ദം കേൾക്കുന്നവരിലൊക്കെ എല്ലാവർക്കും കാണാതെ അറിയുന്നവരാണല്ലേ. നമ്മൾ വിറദുൽ ലത്തീഫിൽ എന്നും ചൊല്ലുന്നതാണ്. നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളിതൊക്കെ കേട്ടിട്ട് ദിക്റുകളൊക്കെ പകർത്താറുണ്ടോ? എത്ര ദിക്റുകൾ ചൊല്ലാറുണ്ട്? വിറദുൽ ലത്തീഫിൽ പങ്കെടുക്കാറുണ്ടോ? എന്നുള്ളതൊക്കെ അറിയിക്കുക. അല്ലാഹു റാഹത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.